എല്ലാവരെയും ഇന്നത്തെ നമ്മുടെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇത് വർക്ക് ചെയ്ത് ഒരു നോക്കിക്കഴിഞ്ഞത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവരെയും ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവതാ ദേവാ, ജയ ജയ ഭാഗവതാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുഖമുഖാദമൃതാദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോരസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠുകീ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. കഥാഞ്ചന സ്മൃതേ അസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമി തം. ഹരി ഓം തത്സത്. സർവശാസ്ത്രാബ്ധിപീയൂഷ സർവവേദൈകസത്ഫലാ സർവസിദ്ധാന്തരത്നാഢ്യ സർവലോകൈകതൃപ്രദാ സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിധ്വന്ദോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത. പരമാനന്ദപാഠായ പ്രേമവർഷ്യക്ഷരായ തേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോ മന്മഹാധന മന്നിസ്താരക മദ്ഭാഗ്യ മദാനന്ദ നമോസ്തുതേ. ശ്രീമദ് ഭാഗവതം की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, आनंद कोटि वैष्णव वृंद की जय. हृदय गौर सीतनाथ प्रेमानंदे हरि बोल. ഹരേ കൃഷ്ണ. എല്ലാവരെയും ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമദ് ഭാഗവത്തിലെ 3-ാമത്തെ സ്കന്ധം, അധ്യായം 6, വിശ്വരൂപത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എല്ലാവർക്കും എന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഓക്കെ. സോ നമ്മൾക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് ശ്ലോകം നമ്പർ 10 ഇന്നലെ നമ്മൾ നോക്കിയതില് കുറച്ച് കട്ടിയുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. പക്ഷെങ്കിലും അതിനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. 10 വിധ പ്രാണനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഓരോ സൃഷ്ടിയുടെ പല ഭാഗങ്ങളിൽ, അതായത് പിന്നെ വിശ്വരൂപത്തിന്റെ അഭാവങ്ങൾ ഓരോന്ന് വരുന്നതിനെ കുറിച്ചിട്ടും, ഗർഭോദകസായ വിഷ്ണു വരുന്നതും, അതുപോലെ മഹത്തത്വത്തിൽ നിന്ന് 1000 ദേവവത്സരങ്ങൾ എല്ലാ ജീവാത്മാക്കളും ദൈവങ്ങളും, അതായത് ദേവീ ദേവതമാരുൾപ്പെടെ ഉള്ളവര് 1000 ദേവവത്സരങ്ങൾ ഭഗവാന്റെ ആ രൂപത്തില്, വിരാടമായ രൂപത്തില്, ബൃഹത് രൂപത്തില് വിശ്രമം എടുത്തു. അതിനുശേഷം പ്രകടമാകുന്നു. അതിനെക്കുറിച്ചുള്ള, അത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ അനുഭവപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ അതിനർത്ഥം ഇത് ആദ്യമായിട്ടുള്ള സൃഷ്ടി അല്ല. അപ്പൊ അതിനു മുമ്പും ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും ജന്മം ലഭിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ മനസ്സിലാക്കുന്നുണ്ടായി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശ്ലോകം നമ്പർ 10 നമ്മൾ നോക്കിയില്ലല്ലോ. 10-ാമത്തെ നോക്കേണ്ടത്? അല്ല, 10 നമ്മൾ നോക്കിയില്ല. 8 നോക്കണമായിരുന്നു. 9 കഴിഞ്ഞു. 9 എല്ലാം കഴിഞ്ഞു. ഹരേ കൃഷ്ണ. 10-ാമത്തെ നമുക്ക് നോക്കാം. സ്മരൻ വിശ്വസൃജാമീശോ വിജ്ഞാപിതമധോക്ഷജഃ വിരാജമത്മതപത് സ്വേന തേജസ്സൈർഷാം വിവൃത്തയേ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദുണ്ട്. ശിലപ്രഭുപാദ് കി ജയ്. പരമോന്നതനായ ഭഗവാൻ ഭൗതിക പ്രപഞ്ചത്തിന്റെ നിർമ്മാണ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ദേവന്മാരുടെ എല്ലാം പരമാത്മാവാകുന്നു. അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുകയാൽ ദേവന്മാരാൽ അദ്ദേഹം തന്നെ പറ്റി ചിന്തിക്കുകയും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബൃഹത് വിശ്വരൂപം ആവിഷ്കരിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ. സോ ഭാവാർത്ഥം വായിച്ചിട്ട് ആരാണ് വായിക്കേണ്ടതെന്നാണ്? ഹരേ കൃഷ്ണ. വായിക്കട്ടെ. കേൾക്കണ്ടല്ലോ അല്ലെ? ഭാവാർത്ഥം ശീലപ്രഭുപാദ് കി ജയ്. പരമോന്നതന്റെ ഭൗതിക ബൃഹത് വിശ്വരൂപം നിർവ്യക്തികവാദികളെ വശീകരിച്ചു. ബൃഹത് രൂപാവിഷ്കാരത്തിനു പിന്നിലെ നിയന്ത്രണം ഭാവനയാണെന്ന് അവർ കരുതി. ബുദ്ധിയുള്ള വ്യക്തികൾക്ക് എന്തായാലും അതിന്റെ ഫലങ്ങളുടെ അത്ഭുതങ്ങൾ നിരീക്ഷിച്ച് അതിനുള്ള കാരണത്തിന്റെ മൂല്യം കണക്കാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, അമ്മയുടെ ഗർഭപാത്രത്തിലെ മനുഷ്യ ശരീരത്തിന് അതിന്റെ ഉള്ളിൽ ജീവസത്ത അഥവാ ആത്മാവില്ലാതെ സ്വതന്ത്രമായി വളരാനാവില്ല. ജീവസത്തയില്ലാതെ ഒരു മനുഷ്യ ശരീരത്തിനും രൂപം പ്രാപിക്കാനോ വികസിക്കാനോ സാധിക്കില്ല. ഒരു ഭൗതിക ശരീരം വികാസം പ്രാപിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു ശിശുവിന്റെ ശരീരം വളർച്ച പ്രാപിക്കുന്നത് പോലെ ക്രമാനുഗതമായാണ് ബൃഹത്തായ ഭൗതിക ലോകം വികാസം പ്രാപിച്ചത്. അതുകൊണ്ട് ഭൗതിക ലോകത്തിനുള്ളിൽ അതീന്ദ്രിയത പ്രവേശിക്കുന്നുവെന്ന സങ്കല്പം യുക്തിഭദ്രമാണ്. ഭൗതികവാദികൾക്ക് ഹൃദയത്തിനുള്ളിൽ ആത്മാവും പരമാത്മാവും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതുപോലെ തന്നെ ലോകത്തിന്റെ കാരണം പരമാത്മാവാണെന്നും കാണാൻ കഴിയില്ല. അതിനാലാണ് ഭഗവാനെ വൈദിക ഭാഷ അവാൻ മാനസഗോചരഃ, വാക് മനസ്സുകളുടെ സങ്കല്പത്തിന് അതീതൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്ത വായിക്കട്ടെ. അടുത്ത വേറെ ആർക്കെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടാവും മാതാജി? ആരാണ് അടുത്ത് വായിക്കേണ്ടത്? ഹരേ കൃഷ്ണ. മാതാജിനെ വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ.
അല്പജ്ഞാനം മൂലം മാനസിക അഭ്യൂഹക്കാർ ഭഗവാനെ വാക്കിന്റെയും മനസ്സിന്റെയും ആലോചനാ പരിധിക്കുള്ളിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ അത്രയ്ക്ക് ബുദ്ധിമാന്മാരാകാൻ ഭഗവാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് അദ്ദേഹത്തെ ബലക്ഷയത്തിന്റെ ഇരയാക്കാൻ ആവശ്യമുള്ള പുതിയ വാക്കുകളോ മനസ്സോ കിട്ടുന്നില്ല. അധോക്ഷിതനായ ഭഗവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ഗ്രാഹ്യത്തിനും അതീതനാണ്. മാനസികമായ രൂപഗുണ നാമങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ഭഗവാനെ പറ്റി അഭ്യൂഹങ്ങൾ ചമയ്ക്കാൻ ഭൗതിക PhD-കാർക്ക് തീരെ കഴിയുന്നില്ല. ഭഗവാന്റെ അതീന്ദ്രിയമായ നാമരൂപങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കുവാൻ ആരാലും സാധ്യമല്ല. അത്തരം ഊതിവീർപ്പിച്ച PhD-കളെ കിണറ്റിലെ തവളയുടെ തത്വശാസ്ത്രങ്ങളോടാണ് താരതമ്യം ചെയ്യുന്നത്. ഒരു കിണറ്റിലെ ഒരു തവള പസഫിക് സമുദ്രത്തിന്റെ വലിപ്പത്തെപ്പറ്റി കേട്ടറിഞ്ഞപ്പോൾ സമുദ്രത്തിന്റെ നീളവും വീതിയും സ്വയം ബോധ്യപ്പെടാൻ സ്വയം വീർത്ത് ഒടുവിൽ പൊട്ടിപ്പിളർന്ന് ചത്തു. അത്തരം തത്വശാസ്ത്രക്കാരുടെ PhD-യെ ഫ്ലോ ഡിപ്പാർട്ട്മെന്റ് എന്നും വ്യാഖ്യാനിക്കാറുണ്ട്. ഫ്ലോ എന്നാൽ കനൽ വയൽ ഉഴുതി ഇളക്കുന്ന കലപ്പ എന്നർത്ഥം. ഭൗതികാവിഷ്കാരത്തെ പറ്റി മനസ്സിലാക്കാൻ കലപ്പ കൊണ്ട് നിലം ഉഴുത് നടക്കുന്ന ശ്രമത്തിന്റെ വൈചിത്ര്യത്തെ പസഫിക് സമുദ്രം അളക്കാൻ കിണറ്റിലെ തവള നടത്തിയ ശ്രമത്തോടെ താരതമ്യം ചെയ്യാവുന്നതാണ്. തന്റെ അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന അനുസരണയും കീഴ്വഴക്കവുമുള്ള ഒരുവന് മാത്രമേ ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുകയുള്ളൂ. ഭൗതിക ലോകത്തിലെ പദാർത്ഥങ്ങളുടെയും ഘടകങ്ങളുടെയും നിയന്ത്രണ ചുമതലയുള്ള ദേവന്മാർ മാർഗനിർദ്ദേശത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഭഗവാൻ മുമ്പ് അർജുനന് ദൃശ്യനായതുപോലെ അവർക്ക് മുന്നിൽ വിരാട് രൂപത്തിൽ പ്രത്യക്ഷനാവുകയും ചെയ്തു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. ഇതിപ്പം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണ് ഇത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത അതേ ഭാഗങ്ങൾ തന്നെ. പരമോന്നതനായ ഭഗവാൻ ഭൗതിക പ്രപഞ്ചത്തിന്റെ നിർമ്മാണ ദൗത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ദേവന്മാരുടെ എല്ലാം പരമാത്മാവാകുന്നു. അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുകയാൽ, അതായത് ദേവന്മാരാൽ, അദ്ദേഹം തന്നെ പറ്റി ചിന്തിക്കുകയും അവർക്ക് മനസ്സിലാകാൻ വേണ്ടി ബൃഹത് വിശ്വരൂപം ആവിഷ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാന് ആ ബൃഹത് രൂപം ആവിഷ്കരിച്ചു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സമ്മറി പോലെ നമ്മൾ പറയുകയുണ്ടായി. അത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ പ്രോസസ്സ് എന്നുള്ളത്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ചില പ്രഭുപാദ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന അതായത് ചില പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. പ്രത്യേകത വിശ്വരൂപം എന്ന് പറയുന്ന നിർവ്യക്തിഗതവാദികളെ വശീകരിച്ചു. ബൃഹത് രൂപ ആവിഷ്കാരത്തിനു പിന്നിലെ നിയന്ത്രണം ഭാവനയാണെന്ന് അവർ കരുതി. അപ്പൊ ആ ഭാവനയല്ല, യഥാർത്ഥമായിട്ട് ഭഗവാൻ ആ വിശ്വരൂപം ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കുന്നു. ബുദ്ധിയുള്ള വ്യക്തികൾക്ക് എന്തായാലും അതിന്റെ ഫലങ്ങളുടെ അത്ഭുതങ്ങൾ നിരീക്ഷിച്ച് അതിനുള്ള കാരണത്തിന്റെ മൂല്യം കണക്കാക്കാൻ കഴിയും. ഇതിന് അതേ രീതിയിൽ ചില പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചില പ്രഭുപാദ് നമുക്ക് പറഞ്ഞു തരുന്നു. ഒന്ന്, നമുക്ക് തീർച്ചയായിട്ടും ഫസ്റ്റിലെ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ഭൗതികമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. എന്താണ് വൈദിക ഭാഷയിൽ പറയുന്നത്? അവാൻ മാനസ ഗോചരഹ, വാക്ക് മനസ്സുകളുടെ സങ്കല്പത്തിന് അതീതൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സോ അല്പജ്ഞാനം മൂലം മാനസിക അഭ്യൂഹക്കാർ ഭഗവാനെ വാക്കിന്റെയും മനസ്സിന്റെയും ആലോചനാ പരിധിക്കുള്ളിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ അത്രയ്ക്ക് ബുദ്ധിമാന്മാരാകാൻ ഭഗവാൻ സമ്മതിക്കുന്നില്ല. അവർക്ക് അദ്ദേഹത്തെ ബലക്ഷയത്തിന്റെ ഇരയാക്കാൻ ആവശ്യമായ പുതിയ വാക്കുകളോ മനസ്സോ കിട്ടുന്നില്ല. അധോക്ഷജനായ ഭഗവാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും ഗ്രാഹ്യത്തിനും അതീതനാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ഭൗതികമായ PhD-യും മറ്റു കാര്യങ്ങളും ഉള്ളവര് ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്? ഒരു കിണറ്റിലെ തവളയുമായിട്ട് ചില പ്രഭുപാദ് ഇവിടെ ഉപമിക്കുന്നുണ്ട്. കിണറ്റിലെ തവള എന്ന് പറയുന്ന ഒരു പസഫിക് സമുദ്രത്തിൽ നിന്ന് വരുന്ന തവളയുമായിട്ട് സംവദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ പസഫിക് സമുദ്രം വളരെ വലുതാണ് എന്ന് ചോദിക്കുമ്പോൾ തവള ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടിയിട്ട് ഇത്രയുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ഡബിൾ ആണോ? സോ ആ തവളയ്ക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന അത്രമേ ഉള്ളൂ. അവസാനം തവള ശരീരം വലുതാക്കും, ഇങ്ങനെ വലുതാക്കി അവസാനം ആ തവള തന്നെ പൊട്ടിത്തെറിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ സ്വയം ആത്മഹത്യാപരമായ ഒരു കാര്യമാണ് ഇങ്ങനെ ഭഗവാനെ നമ്മൾ മെറ്റീരിയൽ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറയുകയുണ്ടായി, ആ വിരാട രൂപത്തിനെ കുറിച്ചിട്ട്
ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ മാത്രമേ നമുക്കത് വിരാട് രൂപനം അല്ല പുരുഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതൊരു ലിറ്റററി അണ്ടർസ്റ്റാൻഡിങ് അല്ല, നമ്മൾക്ക് ഒരു കമ്പാരിസൺ ആയിട്ട് നമുക്ക് നൽകുന്നതാണ്. ഓരോ ഓരോ ഭഗവാന്റെ അംഗങ്ങളായിട്ടും ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് ഓരോന്നിനെയും അങ്ങനെ കാണിച്ചു തരുന്നതായിട്ട് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ തന്റെ അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന അനുസരണയും കീഴ്വഴക്കവുമുള്ള ഒരുവന് മാത്രമേ ഭഗവാൻ സ്വയം വെളിപ്പെടുത്തുകയുള്ളൂ. ഭൗതിക ലോകത്തിലെ പദാർത്ഥങ്ങളുടെയും ഘടകങ്ങളുടെയും നിയന്ത്രണ ചുമതലയുള്ള ദേവന്മാർ നിർദ്ദേശത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഭഗവാൻ മുമ്പ് അർജുനന് ദൃശ്യനായതുപോലെ അവർക്ക് മുന്നിൽ വിരാട് രൂപത്തിൽ പ്രത്യക്ഷനാവുകയും ചെയ്തു. സോ അങ്ങനെ ഇവിടെ ദേവന്മാർക്ക് നമ്മുടെ ഭഗവാൻ ആ വിരാട് രൂപത്തിലുള്ള ദർശനം കൊടുത്തുകൊണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദേവന്മാരുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഇത്രയും നേരം കണ്ടതില് ഇപ്പൊ ദേവന്മാരുടെ പ്രാർത്ഥന കഴിഞ്ഞ് ദേവന്മാരെ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഭഗവാൻ അവിടെ ദേവന്മാർക്ക് ദർശനം കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ശ്ലോകം 11. അതസ്യാഭിതപ്തസ്യ കദീചായതനാനി ച നാനിഹ നിരഭിദ്യന്ത ദേവാനാം താനി മേഘദധ ശൃണു. വിവർത്തനം. മൈത്രേയൻ പറഞ്ഞു, ബൃഹത്തായ ഭൗതിക ലോകത്തിന്റെ ആവിഷ്കാരത്തിന് ശേഷം പരമദിവ്യോത്തമനായ ഭഗവാൻ എങ്ങനെയാണ് സ്വയം വേർപെടുത്തപ്പെട്ട് വിവിധ ദേവന്മാരുടെ രൂപങ്ങൾ പ്രാപിച്ചതെന്ന് ഇപ്പോൾ താങ്കൾ എന്നിൽ നിന്ന് ശ്രവിക്കാം. എന്താണ് മൈത്രേയ ക്ഷമിക്കാം എന്താണ് മൈത്രേയ മുനി പറയുന്നത്? ബൃഹത്തായ ഭൗതിക ലോകത്തിന്റെ ആവിഷ്കാരത്തിന് ശേഷം പരമദിവ്യോത്തമനായ ഭഗവാൻ എങ്ങനെയാണ് സ്വയം വേർപെടുത്തപ്പെട്ട് വിവിധ ദേവന്മാരുടെ രൂപങ്ങൾ പ്രാപിച്ചതെന്ന് ഇപ്പോൾ താങ്കൾക്ക് എന്നിൽ നിന്ന് ശ്രവിക്കണം. അപ്പോ ഈ ദേവീ ദേവന്മാർ അല്ലെങ്കിൽ ദേവന്മാരെല്ലാവരും എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ അംശമാണ്, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് വേർപെടുത്തപ്പെട്ടു വന്നിരിക്കുന്നതാണ്. Definitely they are separate, but they are not different from the Lord. അല്ലെങ്കിൽ ഭഗവാൻ നേരത്തെ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം. ഭഗവാനെ തന്നെ ദേവീ ദേവന്മാരെ പൂജിക്കുകയാണ് എങ്കിലും അത് ഭഗവാനെ തന്നെ പൂജിക്കുകയാണ് ഇൻഡയറക്ട്ലി, പക്ഷെ അതൊരു അവിധിപൂർവകമായ കാര്യമാണ് എന്ന് ഭഗവാൻ അവിടെ സ്പഷ്ടമാക്കുന്നുണ്ട്. ശ്രീ പ്രഭുപാദയുടെ ഭാവാർത്ഥം നോക്കാം. പ്രഭുപാദയുടെ ഭാവാർത്ഥം ശ്രീ പ്രഭുപാദ് കി ജയ്. മറ്റെല്ലാ ജീവസത്തകളെയും പോലെ ദേവന്മാരും ഭഗവാന്റെ അവിഭാജ്യ ഘടകങ്ങളാണ്. സാധാരണ ജീവസത്തകൾ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിന്റെ പുണ്യകർമ്മങ്ങളിൽ സമ്പന്നരായി ഭൗതികതയിൽ പ്രമാണിത്വം സ്ഥാപിക്കാനുള്ള പ്രവണത ഉപേക്ഷിക്കുമ്പോൾ ദേവന്മാരുടെ പദവികളിലേക്ക് ഉയർത്തപ്പെടുകയും ഭൗതിക കാര്യങ്ങളുടെ നിയന്ത്രണ ചുമതലക്കാരനായി ഭഗവാനിൽ ഭാരമേൽപ്പിക്കപ്പെടുകയും ചെയ്യും. സോ ഭഗവാനാൽ ഭാരമേൽപ്പിക്കപ്പെടുകയും ചെയ്യും. സോ ഇവിടെ പറയുന്നത് ഭഗവാൻ തന്നെ സ്വയം സെപ്പറേറ്റ് ചെയ്ത് ദേവീ ദേവന്മാരായിട്ട് രൂപപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആവിർഭവിച്ചിട്ട് ഭഗവാൻ തന്നെ അവർക്ക് ഓരോ ജോലി കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരുത്തർക്ക് ഓരോ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും അതുപോലെ ഇതിന് ഓരോ മെയിൻ്റനൻസ്, പിന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഓരോരുത്തർക്ക് മഴയുടെയും വെള്ളത്തിന്റെയും ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അവർക്ക് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഭൗതിക കാര്യങ്ങളുടെ നിർമ്മാണ ചുമതലക്കാരായി ഭഗവാനാൽ ഭാരമേൽപ്പിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് അവർ സെപ്പറേറ്റ് അല്ല, അവരൊരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഡിപെൻഡന്റ് വ്യക്തിത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾക്ക് എങ്ങനെ ഇൻഡിപെൻഡൻസ് ഉണ്ടോ അതേപോലെ തന്നെ അവർക്കും ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട്. അവരും ഒരു ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രരാണ്. അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഏരിയയിൽ വെച്ചുകൊണ്ട് ജോലി ചെയ്യാനുള്ള, അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ ക്ലാസ്സിലാണോ പറഞ്ഞത് വേറെ ഏതോ ക്ലാസ്സിലാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്ന പോലെ, അതായത് ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു ആകാശമുണ്ട്. ആകാശം എന്ന് പറയുന്നത് ഇങ്ങനെ കമഴ്ത്തി വെച്ചിരിക്കുന്ന ഒരു പാത്രം പോലെയാണ് ആ ആകാശം ഇരിക്കുന്നത്. കമഴ്ത്തി വെച്ചിരിക്കുന്ന ആകാശം പോലെ നമുക്ക് പ്രതീതിയാകുന്നു. അത് ഒരു പാത്രമാണെന്ന് വിചാരിക്കുക. അപ്പം വായു എന്ന് പറയുന്നത്
ഈ ആകാശത്തിന് താഴെ വായുവിന് എവിടെയും സഞ്ചരിക്കാം. ഏത് ഭാഗത്ത് വേണമെങ്കിലും വായുവിന് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കാം. പക്ഷെ ഈ ആകാശത്തിന് മുകളിൽ പോകാൻ ആ വായുവിന് സാധിക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൽ എവിടെയും നമുക്ക് പല രൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മാറിക്കൊണ്ടേയിരിക്കാം. എന്നാൽ ഈ പ്രപഞ്ചത്തിന് മുകളിൽ നമുക്ക് പോകാൻ സാധിക്കത്തില്ല. അപ്പൊ ഇതിനകത്തിൽ കിടന്ന് കറങ്ങാനുള്ള സ്വാതന്ത്ര്യമേ നമുക്കുള്ളൂ, മാക്സിമം ടു മാക്സിമം. ഞാൻ പറഞ്ഞത് ഏറ്റവും മാക്സിമം ആണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല യഥാർത്ഥത്തിൽ. ഇവൻ ഒരസുഖം വരുന്നതിൽ നിന്ന് പോലും നമ്മളെ രക്ഷിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫ്രീഡം അല്ല നമുക്കുള്ളത്. പക്ഷെ നമ്മൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പൊ മാക്സിമം നമുക്ക് ഈ ഒരു പ്രപഞ്ചത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാറിക്കൊണ്ടേയിരിക്കാം. എന്ന് പറഞ്ഞതുപോലെ ദേവീദേവന്മാർക്കും അതേപോലെ ഒരു മൈന്യൂട്ട് ഫ്രീഡം അവരുടെ കയ്യിലുമുണ്ട്. ആ ഒരു ഫ്രീഡമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരും ഈ പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ ഭഗവാനെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ ഭഗവാന്റെ യഥാർത്ഥ അസ്തിത്വത്തെ ഓർക്കാതെ അവർ സ്വയം ഞങ്ങളാണ് ഏറ്റവും ടോപ്പ്, അല്ലെങ്കിൽ ഞങ്ങളിലാണ് എല്ലാം കൺട്രോൾ ഉള്ളത് എന്ന തരത്തിലുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്ത് അവസാനം ഭഗവാന്റെ പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ ടെസ്റ്റിന് ബാധ്യസ്ഥരായി മാറുന്നത് നമുക്കറിയാം. ഇന്ദ്രദേവനെ കുറിച്ചിട്ടും ബ്രഹ്മദേവനെ കുറിച്ചിട്ടും ഇപ്പൊ ഈ കാണുന്ന ഭാഗങ്ങളിൽ തന്നെ അതേ ദേവന്മാര് തന്നെയാണ് ഭഗവാനോട് ചെന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഭഗവാനോട് ചെന്ന് പ്രാർത്ഥിക്കുന്ന അവര് തന്നെ ഭഗവാനിൽ അവിശ്വസിക്കുകയാണ്. അപ്പൊ അവരുടെ ആ ഫ്രീഡത്തിനെ ദുർവിനിയോഗം ചെയ്യുന്നു എന്ന് വേണം നമുക്ക് കരുതാം. അപ്പം അങ്ങനെ ഭഗവാനിൽ നിന്ന് ഇൻഡിപെൻഡന്റ് അല്ല അവര്. ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട, ഭഗവാനാൽ ആണ് അവർക്ക് ഈ കർത്തവ്യം ചെയ്യുന്നതിനുള്ള ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുത്തത് എന്ന് നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ശ്ലോകം നമ്പർ 12 നമുക്ക് നോക്കാം. എന്താണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയാനുള്ളത്? അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് 11 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളില് ഇപ്പൊ മൈത്രേയ മുനി ഇപ്പോൾ പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം മുതൽ നമുക്ക് 26 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ട ഭാഗങ്ങളാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് വായിച്ചു പോകാം. കാരണം എന്നിട്ട് നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും എന്താണ് ഈ പറഞ്ഞ ഗ്രോസ് ഓർഗൻ അല്ലെങ്കിൽ അധിഷ്ഠാനം, അധിഭൂതം, അധിദൈവം, അധ്യാത്മ, അധിഭൂത, അപ്പൊ ഇതെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം സെൻസ് ഓബ്ജക്റ്റും പിന്നെ നേരത്തെ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ എന്താണ് അതിന്റെ ഓരോ ഇന്ദ്രിയങ്ങളുടെ ദേവന്മാര്, ഇന്ദ്രിയങ്ങളുടെ സറ്റിൽ എലമെന്റ്, അപ്പൊ അങ്ങനെ ആ 2-3-4 കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ് അടുത്ത ശ്ലോകങ്ങൾ. 26ാമത്തെ ശ്ലോകം വരെ അതാണ് പറയുന്നത്. നമുക്ക് നോക്കാം. 3-4 ശ്ലോകങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ശ്ലോകം നമ്പർ 12. തസ്യാഗ്നിരാസ്യം നിർഭിന്നം ലോകപാലോ വിശത്പദം വാചാ സ്വാംശേന വക്തവ്യം യയാസോ പ്രതിപദ്യതേ. വിവർത്തനം ഭാവാർത്ഥം ശിലപ്രഭുപാദ് കി ജയ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അഗ്നി അല്ലെങ്കിൽ ചൂട് വേർപെടുത്തപ്പെടുകയും ഭൗതിക കാര്യങ്ങളുടെ മേലധികാരികളെല്ലാം തങ്ങളുടെ പദവികൾക്കനുസരിച്ച് അതിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ആ ശക്തിയിൽ നിന്ന് ജീവസത്ത സ്വയം വാക്കുകളിൽ പ്രകടമാക്കി. ആരാണ് അടുത്ത ശ്ലോകത്തിന്റെ വായിക്കുന്നത്? ഹരേ കൃഷ്ണ. പ്രണാം പ്രഭുജി. ജയ് ശ്രീ പ്രഭുപാദ് ജയ്. ഭാവാർത്ഥം: ഭഗവാന്റെ ഭൗതികമായ ബൃഹത് രൂപത്തിന്റെ വായാണ് സംസാര ശക്തിയുടെ പ്രഭവം. അഗ്നിഘടകത്തിന്റെ മേലാധികാരിയാണ് നിയന്ത്രണമൂർത്തി അഥവാ ആധിദൈവം. ആധ്യാത്മികമോ ശാരീരികമോ ആയ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പ്രഭാഷണം. ഭൗതികോൽപാദനം അഥവാ ആദിഭൗതിക തത്വങ്ങളായിരുന്നു സംസാര വിഷയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ ഇന്ദ്രിയം എന്ന് പറയുന്ന ഇവിടെ വായെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വായിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വായുടെ അതാണ് ആധിഭൂത എന്ന് പറയുന്നത്, അധിഷ്ഠാനം, അല്ലെങ്കിൽ അത് ആ ഇന്ദ്രിയം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വായാണ്. ആ വായെക്കുറിച്ച് ഇവിടെ സംസാരിക്കുമ്പോൾ വായിൽ നിന്ന് വരുന്നത് അഗ്നിയാണ്. ആ ഓർഗന്റെ അല്ലെങ്കിൽ ആ ഇന്ദ്രിയത്തിന്റെ കൺട്രോളിംഗ് ഡെയിറ്റി എന്ന് പറയുന്നത് അഗ്നിയാണ്. അതിൽ നിന്ന് വരുന്നത് എന്ന് പറയുന്നത് ശബ്ദമാണ്. അതാണ് അതിന്റെ സറ്റിൽ എലമെന്റ് അല്ലെങ്കിൽ സറ്റിൽ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് ശബ്ദമാണ്. വാച എന്ന് പറയുന്നതാണ്. അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എക്സ്പ്രസ് വൺ സെൽഫ് ഇൻ വേർഡ്സ്. അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതുകൊണ്ട് ചെയ്യുന്നതിനുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധിഭൂത എന്ന് പറയുന്നത് എന്താണ്?
അത് സ്വയം അവർക്ക് പ്രകടമാക്കാനുള്ള കഴിവിനെയാണ് അവിടെ പറയുന്നത്. നിർഭിന്നം താലുവരുണോ ലോകപാലോ വിശുദ്ധരേ ജിഹ്വയാംശേന ചാരം രസം യയാസൗ പ്രതിപദ്യതേ. വിവർത്തനം: ബൃഹത് രൂപത്തിന്റെ അണ്ണാക്ക് വേറിട്ട് ആവിഷ്കൃതമായപ്പോൾ ഗ്രഹസംവിധാനത്തിലെ ജലത്തിന്റെ മേലധികാരിയായ വരുണൻ അതിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ജീവസത്തയ്ക്ക് തന്റെ നാവ് കൊണ്ട് രുചി അറിയാനുള്ള സൗകര്യം ലഭ്യമാകുകയും ചെയ്തു. നമുക്ക് നോക്കാം, കാണുന്നുണ്ട് ഓരോ അംഗങ്ങളും അതുപോലെ ഓരോ ഓർഗന്റെ ഒബ്ജക്റ്റ് ഓഫ് സെൻസസും പിന്നെ അതിനുള്ള ദൈവവും എല്ലാം സൃഷ്ടിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം ആ ബൃഹത് രൂപത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ബൃഹത് രൂപത്തിന്റെ അണ്ണാക്ക് വേറിട്ട് ആവിഷ്കൃതമായപ്പോൾ ഗ്രഹസംവിധാനത്തിലെ ജലത്തിന്റെ മേലധികാരിയായ വരുൺ അതിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ജീവസത്തയ്ക്ക് തന്റെ നാവുകൊണ്ട് രുചി അറിയാനുള്ള സൗകര്യം ലഭ്യമാവുകയും ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ അണ്ണാക്ക്, അല്ലെ? അണ്ണാക്ക് എന്ന് പറയുന്ന ഭാഗമാണ്. അതിന്റെ ദേവത എന്ന് പറയുന്നത് വരുണയാണ്, വരുണദേവനാണ്. സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് നാവാണ്. അതിന്റെ ഒബ്ജക്റ്റ് ഓഫ് സെൻസ് എന്ന് പറയുന്നത് രുചിയാണ്, ടേസ്റ്റ്. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്ലോകം നമ്പർ 14. നിർഭിന്നേ അശ്വിനൗ നാസേ വിഷ്ണോരാവിശതാം പദം ഘ്രാണേനാംശേന ഗന്ധസ്യ പ്രതിപത്തിർ യതോ ഭവേത്. വിവർത്തനം: ഭഗവാന്റെ 2 നാസാദ്വാരങ്ങളും പ്രത്യേകമായി സ്വയം ആവിർഭവിച്ചപ്പോൾ ഇരട്ടകളായ അശ്വിനി കുമാരന്മാർ തങ്ങളുടെ യഥാർത്ഥ പദവികളോടെ അവയിൽ പ്രവേശിക്കുകയും അതുമൂലം ജീവസത്തകൾക്ക് എല്ലാറ്റിന്റെയും സൗരഭ്യം മണക്കുവാൻ സാധ്യമാവുകയും ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ സെൻസ് ഓർഗൻ ഏതാണ്? ഇതിന്റെ സെൻസ് ഓർഗൻ ഏതാണ്? നാസാദ്വാരം, അതായത് നമ്മുടെ മൂക്ക്. ഇതിന്റെ ദേവനാരാണ്? അശ്വിനി കുമാരന്മാർ. വെരി ഗുഡ്. അതിന്റെ ഒബ്ജക്റ്റ് ഓഫ് സെൻസസ് എന്താണ്? സ്മെല്ല്. വെരി ഗുഡ്. സ്മെല്ല്. വെരി ഗുഡ്, വെരി ഗുഡ്. സ്മെല്ല്. പിന്നെ ഇതിന്റെ ഓർഗൻ, അതായത് ഇതാ ഗ്രോസ് ബോഡി അല്ലെങ്കിൽ ആധ്യാത്മിക സെൻസ് ഓർഗൻ, സറ്റിൽ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് മൂക്ക് എന്ന് പറയാം. മനസ്സിലാവുന്നു. വിഷ്ണുപ്രിയാണ് എന്റെ കൈ ഉയർത്തിയത്, ഇത് പറയാൻ തന്നെയായിരുന്നു. അല്ല പ്രഭു, ഞാൻ ചോദിക്കുന്നത് ഇത് അതിദൈവം, അതിഭൂതം, ആധ്യാത്മികമായിട്ട് എങ്ങനെയാണെന്ന് അത് അങ്ങോട്ട് ക്ലിയർ ആവുള്ളൂ. ഇത് അതിദൈവം, അതിഭൂതം, ആധ്യാത്മികം എന്ന് പറയൂലോ, അത് ഇങ്ങനെ ഇതിനെങ്ങനെയാ അത് കണക്ട് ചെയ്യാം? അതായത് അധിഭൂതം എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് ഓർഗനെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രോസ് ഓർഗൻ. അതുപോലെ തന്നെ അതിദൈവം എന്ന് പറയുന്നത് കൺട്രോളിംഗ് ഡേറ്റ്. നമ്മൾ ഇതിന് 2-3 ശ്ലോകങ്ങൾക്ക് മുമ്പ് നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നല്ലോ. അതെ, എന്നാലും എനിക്കത് ക്ലിയർ ആവണില്ല. ഓക്കെ. അതായത് ഇത് ഭഗവാനിൽ നിന്ന് വേറിട്ട് വരുമ്പോൾ ഈ അധിഭൂതം, അതിദൈവം, എന്താണ് പിന്നെ അധ്യാത്മം. അപ്പൊ അധ്യാത്മം എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ് ഓഫ് സെൻസസ്. അതിഭൂതമാണ് ഒബ്ജക്റ്റ്. അതിഭൂതം ഒബ്ജക്റ്റ് ഓഫ് സെൻസും സെൻസ് ഓർഗനും വരും. ഇത് രണ്ടും അതിഭൂതമാണ്. അധ്യാത്മം എന്ന് പറയുന്നതാണ് സറ്റിൽ സെൻസ് ഓർഗൻ. അതായത് നമുക്ക് മൂക്ക് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മണക്കുന്നതിന് പതിയെ പറയാം, കാരണം ഇത് എഴുതുന്നുണ്ട്. എന്താ ബ്രോ? ഇത് എഴുതുന്നുണ്ട്. നേരത്തെ നമ്മൾ എഴുതിയില്ലായിരുന്നു. ഇത് അല്പം സ്ലോ ആയിട്ട് പറഞ്ഞാൽ ഇത് എഴുതിയെടുക്കായിരുന്നു. ബ്രോ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല ഇപ്പൊ പറഞ്ഞ എന്താണ്? ഹരേ കൃഷ്ണ പ്രഭുജി, ഇത് എഴുതിയെടുക്കുന്നുണ്ട്. അതിപ്പോ ഒരല്പം സ്ലോയില് പറഞ്ഞു അപ്പോ നമ്മളുടെ ഈ മൂക്ക് നമുക്കുണ്ട്. മൂക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു ഗ്രോസ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. പക്ഷെ ഇതിൽ ഒരു സറ്റിൽ ആയിട്ടുള്ള ഒരു ഓർഗൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ശ്വസിക്കാനുള്ള കപ്പാസിറ്റി കിട്ടുന്നത്. അതാണ് അധ്യാത്മ എന്ന് പറയുന്നത്. അതിദൈവം എന്ന് പറയുന്നത് ആ ഒരു ഓർഗനിന്റെ ദൈവം, അത് കൺട്രോളിംഗ് ഡേറ്റി, കൺട്രോൾ ചെയ്യുന്ന ആരാണോ അത്. ഇത് നമ്മൾ ഇതേ ഭാഗങ്ങൾ നമ്മൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് വീണ്ടും 2-3 പ്രാവശ്യം വരുന്നതാണ്. അതെന്നാലും ഈ അധ്യാത്മം, അതിഭൂതം, അതിദൈവം എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം. അത് നമ്മളിപ്പോ 2-3 ശ്ലോകങ്ങൾ മുമ്പ് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. കാരണം
ഭഗവാനിൽ നിന്ന് അത് വേറിട്ട് വരികയാണ്. അപ്പൊ നമുക്കതിനെ അപ്പൊ ഈ മൂന്ന് രീതിയിലാണ് അതിന്റെ ഒരു എന്താ പറയാ ഡിസ്പെല്ലിങ് അല്ലെങ്കിൽ അതിനെ വേറിട്ടത് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ഹരേ കൃഷ്ണ പ്രഭു മ്യൂട്ടിലിനകത്ത് കൺട്രോളിംഗ് ഡേറ്റി എന്ന് പറയുന്നത് അശ്വിനി കുമാരന്മാരാണ്. ഇതിന്റെ ഒബ്ജക്ട് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സൗരഭ്യമാണ് അല്ലെങ്കിൽ മണമാണ്. അങ്ങനെ മണം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ഭവിക്കുകയാണ് ചെയ്യുന്നത്. നിർഭിന്നേ അക്ഷീണീ ത്വഷ്ട ലോകപാലോ വിശദ്വിഭോ ചക്ഷുക്ഷാംശേന രൂപാണാം പ്രതിപത്തിർ യതോ ഭവേത്. വിവർത്തനം. അനന്തരം ഭഗവാന്റെ ദേഹത്ത് രൂപത്തിന്റെ 2 നേത്രങ്ങളും വെവ്വേറെ ആവിഷ്കൃതമായി. പ്രകാശത്തിന്റെ അധികാരിയായ സൂര്യൻ കാഴ്ചശക്തിയുടെ ഭാഗികമായ പ്രാതിനിധ്യത്തോടെ അവയിൽ പ്രവേശിക്കുകയും ജീവസത്തകൾക്ക് രൂപങ്ങൾ കാണാൻ കഴിയുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഏത് ഓർഗനെ കുറിച്ചാണ് പറയുന്നത്? ഗ്രോസ് ഓർഗൻ ഏതാണ്? കണ്ണ്. യെസ്. ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞേ. ഇത് ഓരോരുത്തർക്ക് ഓരോന്ന് പറയും. ഓരോ ശ്ലോകങ്ങളിൽ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് അസൈൻ ചെയ്യാം. അപ്പം ഇപ്പൊ വിഷ്ണുപ്രിയ മാതാജി പറഞ്ഞുള്ളൂ. കാരണം കഴിഞ്ഞ ഇതില് അശോക മാതാജിയാണ് പറഞ്ഞത്. ഇതിൽ വിഷ്ണുപ്രിയ മാതാജി പറഞ്ഞോളൂ. സോ നേത്രങ്ങൾ, കണ്ണുകളാണ് ഇതിന്റെ ഓർഗൻ. ഇതിന്റെ ദേവൻ ആരാണ്? സൂര്യദേവൻ. വെരി ഗുഡ്. പിന്നെ ഇതിന്റെ ഒബ്ജക്ട് ഓഫ് സെൻസസ് ഏതാണ്? ചക്ഷു. ഒബ്ജക്ട് ഓഫ് സെൻസസ് കാഴ്ച, ദൃഷ്ടി അല്ലെങ്കിൽ കാഴ്ച. കറക്റ്റ്. കാഴ്ച എന്ന് പറയാം. പിന്നീട് ഇതിന്റെ സറ്റിൽ ഓർഗൻ എന്ന് പറയുന്നത് കണ്ണുകൾ അല്ലെങ്കിൽ അതിന് പറയുന്നത് ഐസൈറ്റ് എന്ന് പറയാം. അതിനാണ് ചക്ഷു എന്ന് പറയാൻ പറ്റുന്നത്. അതായിരിക്കും ഉദ്ദേശിക്കാൻ പറഞ്ഞേ അല്ലേ? ചക്ഷുവാണ്. അതായത് ഒബ്ജക്ട് ഓഫ് സെൻസ് എന്ന് പറയുന്നത് ദൃഷ്ടിയാണ്. ഇത് ചക്ഷുവാണ്. ഓക്കെ. അടുത്ത 16-ാമത്തേത് ശ്ലോകം. നിർഭിന്നാന്യസ്യ ചർമാണി ലോകപാലോ നിലോ വിശദ പ്രാണേനാംശേന സംസ്പർശം യേനാസൗ പ്രതിപദ്യതേ. വിരാട് രൂപത്തിൽ നിന്ന് വേർപെട്ട് ത്വക്കിന്റെ ഒരാവിഷ്കരണം ഉണ്ടായപ്പോൾ കാറ്റിന്റെ സംവിധായകമൂർത്തിയായ അനിലൻ ഭാഗികമായ സ്പർശത്തോടെ അതിൽ പ്രവേശിക്കുകയും അങ്ങനെ ജീവസത്തകൾക്ക് സ്പർശന കൗശലം ബോധ്യമാവുകയും ചെയ്തു. ഇവിടെ ഏത് ഓർഗനാണ് ആരെ പറയുന്നത്? ത്വക്ക്. കറക്റ്റ്. ത്വക്ക്. ഇവിടുത്തെ ത്വക്കിന്റെ ദേവൻ ആരാണ്? അനിലൻ. വായുദേവനാണ് അല്ലെ? അനിലൻ എന്ന് പറയുന്ന വായുദേവനാണ്. ഇതിന്റെ ഓർഗൻ എന്താ പറയാ സറ്റിൽ എന്ന് പറയുന്നത് അത് സ്കിന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അതിൽ സറ്റിൽ സ്കിൻ അല്ലെങ്കിൽ ഗ്രോസ് സ്കിന്നും സറ്റിൽ സ്കിന്നും അങ്ങനെ 2 രീതിയിൽ പറയാം. ഇതിന്റെ ഒബ്ജക്ട് ഓഫ് സെൻസ് ഏതാണ്? സ്പർശനം. വെരി ഗുഡ്. സ്പർശനം. യെസ്. അപ്പൊ നമുക്ക് ഓരോ ശ്ലോകത്തും 26-ാമത്തെ ശ്ലോകം വരെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇന്ന് തീർക്കാൻ ശ്രമിക്കാം. കർണാവസ്യ വിനിർഭിന്നൗ ധിഷ്ണ്യം സ്വം വിവിശുർദിശഃ ശ്രോത്രേണാംശേന ശബ്ദസ്യ സിദ്ധിം യേന പ്രപദ്യത്തെ. ബൃഹത് രൂപത്തിന്റെ കാതുകൾ ആവിഷ്കൃതമായപ്പോൾ ദിശകളുടെ എല്ലാ നിയന്ത്രണമൂർത്തികളും ശ്രവണ തത്വങ്ങളോടുകൂടി അവയിൽ പ്രവേശിക്കുകയും അതുമൂലം ജീവസത്തകൾക്ക് കേൾവിശക്തിയും ശബ്ദത്തിന്റെ പ്രയോജനവും ലഭ്യമാവുകയും ചെയ്തു. ഓക്കെ. അടുത്തതിൽ ആരാണ് പറയുന്നത്? ഹരേഷ്ണ മാതാജി. ഓക്കെ. അപ്പൊ ഇതില് നമ്മുടെ ഗ്രോസ് ഓർഗൻ ഏതാണ്? ഹരേ കൃഷ്ണ. ആരാണ് പറയുന്നത്? കൃഷ്ണമതി. ആരാണ്? ചെവിയുടെ അല്ലെ? കറക്റ്റ്. ചെവിയുടെ ദേവന്മാർ ആരാണെന്ന് പറയുന്നത്? ദിഗ്ദേവതയാണ്. ദിഗ്ദേവതയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ അവിടുത്തെ സറ്റിൽ ഓർഗൻ എന്ന് പറയുന്നത് ശ്രോതമാണ്. ശ്രോത്ര എന്നാണ് സറ്റിൽ ഓർഗന്. പിന്നെ ഒബ്ജക്ട് ഓഫ് സെൻസ് എന്താണ്? ശ്രവണം അല്ലെങ്കിൽ ശബ്ദം.
ശബ്ദം എന്ന് നമുക്ക് പറയാം. കറക്റ്റ്, ശ്രവണം തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ക്ലിയർ തന്നെയാണ്, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് നമുക്ക് 17ാമത്തെ ശ്ലോകത്തിൽ അതിനെക്കുറിച്ച്, പക്ഷേ ശില പ്രഭുപാദ് ഭാവാർത്ഥത്തിലെ 17ാമത്തെ ശ്ലോകത്തിൽ ചെറിയൊരു ഭാവാർത്ഥം കൊടുക്കുന്നുണ്ട്. ജീവസത്തയുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം കാതുകളാണ്. വിദൂര സന്ദേശങ്ങളും അറിയപ്പെടാത്ത കാര്യങ്ങളും വഹിച്ചുകൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം ശബ്ദമാണ്. എല്ലാ ശബ്ദത്തിന്റെയും അറിവിന്റെയും പരിപൂർണത കാതുകളിലൂടെ പ്രവേശിച്ച് ഒരുവന്റെ ജീവിതം പരിപൂർണമാക്കുന്നു. വൈദിക സമ്പ്രദായത്തിലെ അറിവുകളെല്ലാം ശ്രവണത്തിലൂടെയാണ് ലഭിക്കുന്നത് എന്നതിനാൽ അറിവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭവം ശബ്ദമാകുന്നു. സോ അതുകൊണ്ടാണ് ശില പ്രഭുപാദ് ഈ ഒരു ശ്ലോകത്തിന് ചെറിയൊരു പർപ്പോട്ട് കൊടുക്കാൻ കാരണം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് ചെവി എന്ന് പറയുന്നത്. കാരണം എല്ലാ സമയവും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനുമാണ് ചെവി. 24/7 ഉറങ്ങുന്ന ഒരാളെ പോലും ഉണർത്തണമെങ്കിൽ നമ്മൾ ശബ്ദം കൊണ്ടാണ് ഉണർത്തുന്നത്. ചിലപ്പോൾ ഉറങ്ങി കഴിഞ്ഞാൽ തട്ടിക്കഴിഞ്ഞാലൊന്നും വിളിക്കത്തില്ല. എനിക്ക് ഒരു എക്സ്പീരിയൻസ്, ഞാൻ അതിശയിച്ചു പോയി. ആക്ച്വലി ഒരു ദിവസം ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ട്രെയിനിലുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ച് 2 ചെറുപ്പക്കാർ കയറി. രാത്രിയായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ മിഡിൽ ബെർത്തിലേക്ക് അദ്ദേഹം കയറി കിടന്ന് ഒരു 10 മിനിറ്റ് ആയില്ല, അത് കുറച്ച് സമയം ആയപ്പോഴത്തേക്ക് TTR വന്നു. അദ്ദേഹത്തെ വിളിക്കുക. ഒരു 5 മിനിറ്റ് തട്ടി വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. ഞാൻ വിചാരിച്ചു പോയി, ആള് കാറ്റ് പോയെന്ന് വിചാരിച്ചു. അയാളുടെ കൂടെ വന്ന ആളിനെ വിളിക്കാൻ പറഞ്ഞിട്ട് എത്രയോ നേരം കഴിഞ്ഞ ശേഷം ശബ്ദമൊക്കെ ആയിട്ട് അയാൾ ഉണരുന്നത്. ഞാൻ വിചാരിച്ചു പുള്ളി കാറ്റ് പോയെന്ന് വിചാരിച്ചു. അതുപോലൊരു സിറ്റുവേഷൻ. കുറെ പ്രാവശ്യം വിളിച്ചിട്ടും തട്ടി വിളിച്ചിട്ടും അടിച്ചിട്ടും ഒന്നും എഴുന്നേക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചൂടാ, ഈ സ്പർശം എന്ന് പറയുന്നത് ഉറക്കത്തിൽ ഡീപ്പ് സ്ലീപ്പായി കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. ഞാൻ അതുവരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ വർക്ക് ചെയ്യത്തില്ലയോ, എന്തുകൊണ്ട് വർക്ക് ചെയ്യത്തില്ല. നമ്മൾ തട്ടിക്കഴിഞ്ഞാൽ വിളിച്ച് ഉണരും. പക്ഷെ ഡീപ്പ് സ്ലീപ്പായി കഴിഞ്ഞാൽ തട്ടിക്കഴിഞ്ഞാൽ പോലും നമ്മൾ അറിയുകയില്ല. അപ്പം പക്ഷെ ശബ്ദം, ചെവി എന്ന് പറയുന്നത് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് കേൾക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് ശ്രവണം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർഗൻ. എല്ലാ സമയവും വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ശില പ്രഭുപാദ് പറയുന്നത് എല്ലാ ശബ്ദത്തിന്റെയും അറിവിന്റെയും പരിപൂർണത കാതുകളിലൂടെ പ്രവേശിച്ച് ഒരുവന്റെ ജീവിതം പരിപൂർണമാക്കുന്നു. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് കേൾവിയിൽ കൂടിയാണ് നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ശ്ലോകം 18. ത്വചമസ്യ വിനിർഭിന്നാം വിവിശുർധിഷ്ണ്യ മോഷധി അംശേന രോമഭി കണ്ടും യൈരസ്യൗ പ്രതിപദ്യതേ. ത്വക്കിന്റെ പ്രത്യേക ആവിഷ്കാരം ഉണ്ടായപ്പോൾ ഇന്ദ്രിയ ബോധങ്ങളെ നിയന്ത്രിക്കുന്ന മൂർത്തികളും അവയുടെ വിവിധ ഭാഗങ്ങളും അതിൽ പ്രവേശിക്കുകയും അങ്ങനെ ജീവസത്തകൾക്ക് സ്പർശത്താൽ ചൊറിച്ചിലും സന്തോഷവും അനുഭവവേദ്യമാവുകയും ചെയ്തു. അടുത്തത് സ്കിൻ. ഇത് രണ്ടും അതിന്റെ തന്നെയാണ് അല്ലെ? കറക്റ്റ്. അത് രണ്ടും കൂടെ ഇത് സ്കിന്നിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഇന്ദ്രിയ സംവേദനത്തിൽ പ്രധാനമായ 2 ഇനങ്ങളാണുള്ളത്, സ്പർശവും ചൊറിച്ചിലും. ശരീരത്തിലെ രോമങ്ങളും ത്വക്കും ഇവ രണ്ടിനെയും നിയന്ത്രിക്കുന്നു. ശ്രീ വിശ്വനാഥ ചക്രവർത്തിയുടെ അഭിപ്രായം പ്രകാരം സ്പർശത്തിന്റെ നിയന്ത്രണ മൂർത്തി അടുത്ത ത്വക്കിനെ കുറിച്ചാണ് പറയുന്നത്. കറക്റ്റ്. ഇയേഴ്സ് കഴിഞ്ഞു, നമ്മൾ ഇയറാ കഴിഞ്ഞത്. ഓക്കെ, അടുത്ത ത്വക്കിനെ കുറിച്ചാണ്. ഇതിനെ ശരീരത്തിനുള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വായുവും ശരീരത്തിലെ രോമങ്ങളുടെ നിയന്ത്രണ മൂർത്തിയും ഔഷധ്യവും ആകുന്നു. ത്വക്കിന് സ്പർശവും രോമങ്ങൾക്ക് ചൊറിച്ചിലുമാണ് സംവേദ വസ്തുക്കൾ. ഇതിൽ പറയുന്ന ഓർഗൻ ഏതാണ്? ഗ്രോസ് ഓർഗൻ ഏതാണ്? ഹരേ കൃഷ്ണ. ത്വക്ക്. ഒരാൾ പറയൂ, ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ? ആരാണ്? ഹരേ കൃഷ്ണ. ഓക്കെ, ത്വക്ക്. അതിലെ ദേവതമാരാരാണ്? ദേവതമാർ ഇവിടെ പറയുന്നത് പറഞ്ഞല്ലോ. എന്തോ? ത്വക്കിനെ പറ്റി ആദ്യം പറഞ്ഞില്ലേ പ്രഭു? ത്വക്ക് വായു അതിന് മുമ്പ് പറഞ്ഞല്ലേ? 16 അത് ഗ്രോസ് സ്കിൻ. ഇത് ഇവിടെ ത്വച്ച എന്ന് പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ത്വച്ച എന്ന് പറയുമ്പോൾ അവിടെ
ചർമ്മം, ഇവിടെ ത്വച്ച. അങ്ങനെ രണ്ട് രീതിയിൽ ത്വക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ത്വച്ചയും പിന്നെ ഇപ്പൊ പറയുന്ന ത്വച്ച, മുമ്പ് പറഞ്ഞത് ചർമ്മം. അപ്പൊ അത് രണ്ട് രീതിയിലുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ 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 പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് പറയുകയാണെങ്കിൽ വൃക്ഷങ്ങളുടെ പേഴ്സോണിഫിക്കേഷനാണ് ഇവിടെ ദേവതമാരായിട്ട് ഇവിടെ പറയുന്നത്. അതായത് ത്വക്കിന്റെ പ്രത്യേക ആവിഷ്കാരം ഉണ്ടായപ്പോൾ ഇന്ദ്രിയ ബോധങ്ങളെ നിയന്ത്രിക്കുന്ന മൂർത്തികളും അവയുടെ വിവിധ ഭാഗങ്ങളും അതിൽ പ്രവേശിക്കുകയും അങ്ങനെ ജീവസത്തകൾക്ക് സ്പർശത്താൽ ചൊറിച്ചിലും സന്തോഷവും അനുഭവവേദ്യമാവുകയും ചെയ്തു. മുമ്പേ പറഞ്ഞത് സ്പർശം എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഓഫ് സെൻസിനെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് ഇച്ചിങ് ആൻഡ് ഹാപ്പിനെസ് ഡ്യൂ ടു ടച്ച്. ആ സ്പർശത്തിൽ നിന്ന് ഉണ്ടാകുന്ന അനുഭവത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാകുന്ന സന്തോഷം, അല്ലെങ്കിൽ ആ ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ചൊറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെ കുറിച്ചിട്ടുള്ള ഒരു സറ്റിലായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഇത് രണ്ടായിട്ട് പറയുന്നത്. മുമ്പ് പറഞ്ഞത് ഗ്രോസ് സ്കിൻ അല്ലെങ്കിൽ ചർമ്മം, ഇവിടെ പറയുന്നത് സ്കിൻ അല്ലെങ്കിൽ ത്വച്ച എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ് ഈ 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ഇവിടെ സ്കിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ത്വച്ചയാണ് ഗ്രോസ് ഓർഗൻ. കൺട്രോളിംഗ് ഡെയിറ്റി എന്ന് പറയുന്നത് വൃക്ഷങ്ങളുടെ വ്യക്തിഗത രൂപം. വൃക്ഷങ്ങളുടെ വ്യക്തിഗത രൂപത്തെയാണ് ദൈവങ്ങളായിട്ട് പറയുന്നത്. രോമമാണ് സറ്റിൽ ഓർഗൻ. പിന്നെ അതിന്റെ ഒബ്ജക്ട് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് ഇച്ചിങ് ആൻഡ് ഹാപ്പിനെസ് ഡ്യൂ ടു ടച്ച്. ഇതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. മേഢ്രം തസ്യ വിനിർഭിന്നം സ്വതിഷ്ണ്യം കാ ഉപാവിശത് രേത സാംശേന യേനാസാം ആനന്ദം പ്രതിപദ്യതേ. ബൃഹത് രൂപത്തിന്റെ ലൈംഗികേന്ദ്രിയങ്ങൾ പ്രത്യേകമായി ആവിഷ്കരിച്ചപ്പോൾ യഥാർത്ഥ ജീവസൃഷ്ടാവായ ബ്രഹ്മാവ് തന്റെ ശുക്ലത്തിന്റെ ഭാഗമാവുകയായി അവയിൽ പ്രവേശിക്കുകയും അങ്ങനെ ജീവസത്തകൾക്ക് ലൈംഗിക സുഖം സാധ്യമാവുകയും ചെയ്തു. ഇവിടുത്തെ ഗ്രോസ് ഓർഗൻ എന്ന് പറയുന്നത് ജെനിറ്റൽസ് ആണ്. ഇതിന്റെ കൺട്രോളിംഗ് ഡെയിറ്റി എന്ന് പറയുന്നത് പ്രജാപതി, ബ്രഹ്മദേവനെ കുറിച്ച് ഇവിടെ പറയുന്നു. ബ്രഹ്മാവ് എന്ന് പറയുന്നത് പ്രജാപതിയാണ്. ആദ്യത്തെ പ്രജാപതിയാണ് ബ്രഹ്മദേവൻ. ആദ്യത്തേത് ഭൗതിക ലോകത്തിലെ ആദ്യത്തെ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രജാപതിയാണ്. അതിന്റെ സറ്റിൽ ഓർഗൻ എന്ന് പറയുന്നത് ശിഷ്ണ എന്ന് പറയുന്നത് ശുക്ലത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ഒബ്ജക്ട് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സെക്സ് പ്ലഷർ ക്യാൻ ബി എൻജോയ്ഡ്. ജീവസത്തകൾക്ക് ആ ലൈംഗിക സുഖം സാധ്യമാക്കുന്ന അതിനെ കുറിച്ചിട്ടാണ് സറ്റിൽ ഓർഗനായിട്ട് ഇവിടെ പറയുന്നത്, അല്ലെ സോറി ഒബ്ജക്ട് ഓഫ് സെൻസസ് ആയിട്ട് ഇത് പറയുന്നത്. ഗുദം പുംസോ വിനിർഭിന്നം മിത്രോ ലോകേശ ആവിശത് പായൂനാംശേന യേനാസൗ വിസർഗം പ്രതിപദ്യതേ. അടുത്തത് ഗുഡ അല്ലെങ്കിൽ നമ്മുടെ മലദ്വാരത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മലദ്വാരത്തിന്റെ ദേവൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. വിസർജ ചാൽ പ്രത്യേകമായി ആവിഷ്കരിക്കുകയും, ആരുടെയോ അൺമ്യൂട്ട് ആണെന്ന് തോന്നുന്നു. സുകോമള മാതാജി മ്യൂട്ട്. സുകോമള വിസർജ ചാൽ പ്രത്യേകമായി ആവിഷ്കരിക്കുകയും മിത്രൻ എന്ന് നാമമുള്ള സംവിധായകൻ വിസർജന അവയവഭാഗവുമായി അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അങ്ങനെ ജീവസത്തകൾക്ക് മലമൂത്ര വിസർജനം സാധ്യമായി. ഇവിടുത്തെ ഗ്രോസ് ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരമാണ്. അതിന്റെ ദേവത എന്ന് പറയുന്നത് മിത്ര ആണ്. പായുന എന്ന് പറയുന്നതാണ് അതിന്റെ സറ്റിൽ ഓർഗൻ. പായുന എന്ന് പറഞ്ഞാൽ ഓർഗൻ ഓഫ് ഇവാക്വേഷൻ. പിന്നെ തീർച്ചയായിട്ടും അതിന്റെ ഒബ്ജക്ട് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് നമുക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ സാധ്യമാകുന്നതാണ്. ഓക്കെ, ഇന്നിവിടെ നിർത്താം, കാരണം കുറച്ച് കൂടുതലാവുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ഹരേ കൃഷ്ണ. ചാർട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകും. നമുക്ക് മുഴുവൻ ഡിസ്കസ് ചെയ്തതിനു ശേഷം ഞാൻ ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ അയച്ചുതരാം. ഹരേ കൃഷ്ണ. വൃക്ഷങ്ങളുടെ പെർസോണിഫിക്കേഷൻ, അതായത് വ്യക്തിഗത രൂപം, വൃക്ഷങ്ങളുടെ വ്യക്തിഗത രൂപം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. ഹരേ കൃഷ്ണ. 11ാമത്തെ ശ്ലോകത്തിൽ ഒരു സംശയം എനിക്ക് മനസ്സിലായി. അതില് ദേവന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ സ്വയം വേർപെട്ട വിവിധ ദേവന്മാരുടെ രൂപങ്ങൾ പ്രാപിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട് വിവർത്തനത്തില്. ആ അർത്ഥത്തില്
സാധാരണ ജീവിതത്തിൽ ഭവനങ്ങളിലെ ഭക്തി സേവനത്തിന്റെ പുണ്യകർമ്മങ്ങളിൽ സമ്പന്നരായി ഭൗതികതയിൽ പ്രാമാണിത്യം സ്ഥാപിക്കാനുള്ള പ്രവണത ഉപേക്ഷിക്കുമ്പോൾ ദേവന്മാരുടെ പദവികളിലേക്ക് ഉയർത്തപ്പെടും എന്ന്. ഇതില് എനിക്ക് അങ്ങനെ തോന്നിയതാ, സാധാരണ ജീവസത്തകള് ദേവന്മാരുടെ പദവികളിലേക്ക് ഉയർത്തപ്പെടുമെന്ന് ഭാവാർത്ഥത്തിൽ പറഞ്ഞു. അപ്പൊ മറ്റേതില് ഭഗവാന്റെ തന്നെ അംശങ്ങൾ വേർപെട്ടാണ് വിവിധ ദേവന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂടെ മനസ്സിലായില്ല പ്രഭു. അതാ ഞാൻ പറഞ്ഞ നമ്മള് ഇടയിൽ ഞാൻ പറഞ്ഞ സമയത്ത് ഞാൻ പറയുകയുണ്ടായി, ഇതിനു മുൻപും ഉണ്ടായിരുന്ന ഒരു സൃഷ്ടിയുടെ കണ്ടിന്യൂവേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം ഇതിനു മുമ്പ് പറഞ്ഞു ഓർക്കുന്നുണ്ടോ, ആ ജീവസത്തകൾക്കും ദേവി ദേവന്മാർക്കും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പ്രതീതി ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണത്. കാരണം നോർമൽ ജീവാത്മാക്കൾ തന്നെ എലിവേറ്റ് ചെയ്താണ് ദേവി ദേവന്മാരാകുന്നത്. ഇപ്പൊ ഈ ജന്മം സപ്പോസ് ഒരാള് ദേവി ദേവനായിട്ട് ഉയർത്തപ്പെട്ട് കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ അവിടുത്തെ പ്രക്രിയകൾ കഴിഞ്ഞില്ല. അതിനു മുമ്പാണ് ബ്രഹ്മദേവന്റെ ആ ദിവസം അവസാനിച്ചത്. എല്ലാം അവസാനിച്ച് ഭഗവാനിൽ ചെന്ന് ലയിച്ചു ചേർന്നു. അതിനുശേഷം സൃഷ്ടി നടക്കുമ്പോൾ ആ ദേവനായിട്ട് തന്നെയല്ലേ അദ്ദേഹം തിരിച്ചു വരുന്നത്. നമ്മൾ എവിടെ നിർത്തിയോ അവിടെ നിന്നല്ലേ തുടങ്ങുന്നത്. അതെ. ഇപ്പോ സപ്പോസ് നമ്മള് ഈ ഒരു കാലയളവിൽ ഇപ്പോഴാണ് ബ്രഹ്മദേവന്റെ ആ ദിവസം അവസാനിക്കുന്നത്. നമ്മളെല്ലാവരും ഇതേപോലെ തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ജീവിച്ചിരിപ്പോ നമ്മുടെ കർമ്മത്തിന്റെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നമ്മുടെ കർമ്മങ്ങൾ ബാക്കിയുണ്ട്, കർമ്മത്തിന്റെ ഫലം ഇതിന് ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ അടുത്ത ജന്മം എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ തുടർച്ചയെന്നോണമാണ് വരുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ അപ്പോ ദേവി ദേവന്മാർ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായ ഭഗവാൻ ആ ഓൾറെഡി കൊടുത്തിരിക്കുന്ന പൊസിഷൻ അവർക്ക് അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഓൾറെഡി ഇപ്പൊ നമ്മളിപ്പോ ഈ കാണുന്ന ഈ ഭാഗം, ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം തന്നെ ഓൾറെഡി ആ ദേവി ദേവന്മാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. വായുദേവനുണ്ട്. വായുദേവനാണ് സ്പർശത്തിന്റെ ഇൻചാർജ് കൊടുത്തത്. വരുണദേവന് ജലത്തിന്റെ, നാവിന്റെ, ത്വക്കിന്റെ, നാവിന്റെയും അണ്ണാക്കിന്റെയും. അപ്പൊ അവരൊക്കെ പ്രകടമാകുന്നുണ്ട്. പക്ഷെ വായുദേവൻ എന്ന് പറയുന്ന ഒരു ജീവസത്ത പ്രോഗ്രസ് ആയിട്ട് ചെന്ന് എടുത്ത പൊസിഷനാണ്. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അവരെ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അത് കണ്ടിന്യൂസ് സർവീസ് അവർ ചെയ്യുകയാണ് അതിനെ കുറിച്ച്. പ്രഭു, അപ്പൊ ഈ സാധാരണ ജീവസത്തകൾ തന്നെയാണോ ഈ ഭഗവാന്റെ അംഗങ്ങളായി മാറുന്നത്, ദേവന്മാരാവുന്ന അംഗങ്ങള്? അല്ലല്ല, ഭഗവാന്റെ അംഗങ്ങളായി മാറുകയല്ല. ഭഗവാനിൽ നിന്ന് വേറിടുന്നു എന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഭഗവാൻ അംഗം ഇല്ലാതാകുന്നില്ല. ഭഗവാന്റെ വിരാട രൂപം എന്ന് പറയുന്നത് ഈ മഹത്തത്വമായിട്ട് നമ്മളൊക്കെ പോയി ഇരിക്കുകയാണ്. മഹത്തത്വത്തിന്റെ രൂപത്തിലാണ് പ്രധാന അല്ലെങ്കിൽ മഹത്തത്വം എന്ന് പറയുന്ന സ്റ്റേജില്. ആ മഹത്തത്വത്തിൽ നിന്ന് നമ്മൾ വേറിട്ട് വരുന്ന പ്രോസസ്സിനെ കുറിച്ചില്ല ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റിംഗ് ദ ലോർഡ്സ് ബോഡി, അല്ലെങ്കിൽ ഭഗവാന്റെ ശരീരത്തിനെ ഇത് അഫക്ട് ചെയ്യത്തില്ല. ഭഗവാന്റെ അംഗങ്ങൾ മഹത്തത്വം എന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ വേറിട്ട് വരുന്നതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. അതായത് ബ്രഹ്മാവിന്റെ പദവി പോലെ തന്നെയാണല്ലേ ഈ ഓരോ പദവികള്. എന്നിട്ട് അതിൽ ഈ ജീവസത്തെ ആ ഒരു ക്വാളിഫിക്കേഷനോട് കൂടെ ഭഗവാൻ അതിനെ ഇത് ചെയ്യണം അല്ലെ, ഓരോ ആ പൊസിഷനിലേക്ക് ഇരുത്തിയിട്ട് ആ ഡ്യൂട്ടി കൊടുക്കണം അല്ലെ? അങ്ങനെയല്ലേ? അതുപോലെ ഓരോരുത്തർക്കും ഓരോ കാലയളവുണ്ട്. ഇപ്പൊ ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ ഉറങ്ങുന്ന സമയത്ത് എല്ലാം ഭഗവാനിൽ ചെന്ന് ചേരുന്നു. ബ്രഹ്മദേവൻ ഉണരുമ്പോൾ ബ്രഹ്മാവ് ഉൾപ്പെടെ വെളിയിലേക്ക് വരുന്നത്. അപ്പൊ ബ്രഹ്മാവ് ഓൾറെഡി ബ്രഹ്മാവിന്റെ പൊസിഷൻ തന്നെ ഇരിക്കുന്നത്. അപ്പൊ അവരെല്ലാം അവിടെ ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും വായുവും എല്ലാവരും ഉണ്ടാകും. അവര് അതനുസരിച്ചിട്ട് അവരുടെ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നു എന്ന് മാത്രം. അപ്പൊ നമ്മളിപ്പം ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓഫീസിൽ നിന്ന് നമ്മൾ വൈകിട്ട് തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്ന് പിറ്റേ ദിവസം നമ്മൾ പോയിട്ട് എല്ലാവരും ഫോളിൻ ആകുന്നു. എല്ലാവരും ഓഫീസിൽ അവരവരുടെ മിലിറ്ററി സിസ്റ്റം എടുക്കുകയാണെങ്കിൽ തിരിച്ചു വന്ന് എല്ലാവരും അതേ പൊസിഷനിൽ അവരുടെ പൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവരെല്ലാവരും അവരവരുടെ പൊസിഷൻ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞതുപോലെ ഭഗവാനിൽ ചെന്ന് ചേർന്നിട്ട് തിരിച്ചെല്ലാവരും വന്ന് ആ പൊസിഷൻ എടുക്കുന്നു എന്ന് പോലെ. അപ്പൊ പ്രഭു ഒരു കാര്യമാണ് ചോദിച്ചോട്ടെ, അപ്പൊ അതിന്റെ അർത്ഥം ഇവരുടെ വയസ്സും 100 തന്നെയാണെന്നാണോ? കാരണം ബ്രഹ്മദേവന്റെ 100 വയസ്സ് വരെയല്ലേ നമ്മുടെ ഈ ബ്രഹ്മാണ്ടം നിലനിൽക്കുന്നത്. അല്ലല്ല, അത് നമുക്ക് പറയാൻ പറ്റും. ബ്രഹ്മാവിന്റെ ഒരു ദിവസം തന്നെ ഈ ദേവന്മാര് മാറാം. മനുക്കള് മാറുന്ന പോലെ അല്ലെ? ഏത്
മനുക്കള് മാറുന്ന പോലെ തന്നെ മനുക്കൾ അല്ലേ? മാറുന്ന പോലെ. കറക്റ്റ് 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 കറക്റ്റ്. ഓക്കെ ബ്രോ. ഹരേ കൃഷ്ണ. മനുക്കൾ മാറുന്ന പോലെ മാറാം. ഇന്ദ്രദേവൻ മാറിയിട്ട് അടുത്ത ഇന്ദ്രദേവൻ എന്ന് പറയുന്നത് ആരാണ്? ബലി മഹാരാജാവാണ് അല്ലെ? അപ്പൊ ബലി മഹാരാജാവ് അടുത്ത പ്രാവശ്യം ഈ ഇന്ദ്രൻ മാറിയിട്ട് ഇടയ്ക്ക് അടുത്ത എന്താ പറയാ ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിനുള്ളിൽ അദ്ദേഹം വന്ന് എടുത്ത് പൊസിഷൻ എടുക്കാം. അപ്പൊ ജീവസത്തകൾക്ക് എന്താ പറയാ അവസരങ്ങളുണ്ടല്ലോ പ്രഭു, വരണതനുസരിച്ചിട്ട് അവർക്ക് മാറും. ബ്രഹ്മദേവൻ ആകണമെങ്കിൽ ആകാം. ആകേണ്ട ഹരേ ആവശ്യമുണ്ടോ? അതോ കൃഷ്ണ. അല്ലല്ല, ഞാൻ പറയാണ്. ഹരേ അതെ, കൃഷ്ണ. ഹരേ കൃഷ്ണ തീർച്ചയായിട്ടും പ്രഭുജി. പ്രഭുജി പറയേണ്ടത്. പ്രഭുജി, ഇതിനകത്ത് ദേവതയായിട്ട് വരുന്നത് വിസർജ്യ ഇതില് വീണ്ടും സൂര്യദേവനാണ് അതിനകത്ത് വരുന്നത്. മിത്ര എന്ന് പറയുന്ന സൂര്യദേവൻ എന്നാണ് മിത്ര എഴുതിയിരിക്കുന്നത്. സൂര്യന്റെ പര്യായമാണ്, പക്ഷെ ആ മിത്രദേവനല്ല ഇവിടുത്തെ മിത്രൻ. പക്ഷെ ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്ന മിത്ര എന്ന് വെച്ചാൽ സൂര്യദേവൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് എവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം? വാക്കുകളുടെ അർത്ഥത്തില്. ഈ വേർഡ് ടു വേർഡ് മീനിങ്ങിലോ? അതെ അതെ അതെ. ഞാൻ നോക്കട്ടെ പ്രഭു. പക്ഷേ എന്റെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റിയായിരിക്കും. ശ്ലോകം ഏതായിരുന്നു നമ്മള്? 20. 20. അതെ അതെ. 20 ഇപ്പൊ നോക്കിയത്. മിത്ര എന്ന് പറഞ്ഞാൽ സൂര്യദേവൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ സൂര്യദേവൻ കണ്ണിനുകൾക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റേത് അഗ്നിയായിരുന്നു. കണ്ണെന്ന് പറയുന്ന രൂപം അഗ്നിയാണ്. കേട്ടില്ല. മറ്റേത് കണ്ണെന്ന് പറഞ്ഞാൽ അതിന്റെ ദേവൻ അഗ്നിയാണ്, രൂപം. അല്ല, കണ്ണിന് സൂര്യൻ കൊടുക്കുന്നുണ്ട്. അല്ല, അത് അഗ്നി എന്ന് പറഞ്ഞ രൂപത്തിന്റെ ഇതാണ്. അഗ്നി പറയുന്നത് വായിക്കാം പ്രഭു. ദഹനത്തിനുള്ളതാണ് അഗ്നി പറയുന്നത്, വായുടേതാണ്. പ്രഭു ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് പറയണേ പ്രഭു. അതായത് ഞാൻ പറയാം, നമ്മള് വായുടെ കാര്യം പറഞ്ഞപ്പോഴാണ് വായുടെ ദേവതയാണ് അഗ്നി. വായുടെ ദേവതയാണ് അഗ്നി. ഓക്കെ. സൂര്യൻ എന്ന് പറയുന്നത് ദൃഷ്ടി, കണ്ണ്, അക്ഷിണി അല്ലെങ്കിൽ കണ്ണിന്റെ സൈറ്റ്, അതിനെയാണ് സൂര്യൻ പറഞ്ഞത്. ഇവിടെയും ഒരു പക്ഷേ സൂര്യൻ എന്ന് ഉദ്ദേശിക്കുന്നത്, സൂര്യൻ എന്ന് പറയുന്നുണ്ടെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ഇന്റർപ്രറ്റ് ചെയ്യുന്നില്ല പ്രഭു. നമുക്ക് വേറെ എവിടെയെങ്കിലും അതിലൂടെ കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം, എന്തെങ്കിലും ഇൻഫർമേഷൻ നോക്കിയിട്ട് പറയാം പ്രഭു. നോക്കാം, ചെക്ക് ചെയ്യാം പ്രഭു. ഓക്കെ, തീർച്ചയായിട്ടും. മിത്രൻ എന്ന് പറയുന്ന ലോക ഈശ്വര മിത്രൻ എന്ന് നാമുള്ള അത് മിത്ര. ഒരു മിനിറ്റ് പ്രഭു. മിത്ര എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ലോക ഈശ്വര എന്ന് പറയുമ്പോൾ മിത്രൻ എന്ന് നാമമുള്ള അധികാരി എന്നുകൂടെ സെപ്പറേറ്റ് പറയുന്നുണ്ട് ചില പ്രഭു. അത് വേർഡ് ടു വേർഡ് മീനിങ് നെക്സ്റ്റ് വേർഡ് നോക്കിയാൽ ലോക ഈശഹ എന്ന് പറയുന്നില്ലേ? മിത്രോ ലോകേശ എന്ന് പറയുമ്പോ മിത്രൻ എന്ന് നാമമുള്ള അധികാരി. അപ്പോ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ചു നോക്കാം. എന്താണ് ഇത് രണ്ടും ഒരേ ആള് തന്നെയാണോ? ഒരേ ആള് തന്നെ ആകാനും സാധ്യതയുണ്ട്. ചോദിച്ചു നോക്കാം പ്രഭു. ഞാൻ നോക്കിയിട്ട് ഞാൻ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നോ നോക്കാം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. രുക്മിണി മാതാജി എന്താണ് ചോദിക്കാനുള്ളത്? ഹരേ കൃഷ്ണ പ്രഭുജി, 2-ാം സ്കന്ധത്തില് 10-ാം അധ്യായത്തില് 19-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കിയാൽ മതി പ്രഭു. അതിനകത്ത് ഭഗവാന്റെ സ്വയം കാണാനും സൃഷ്ടിക്കപ്പെട്ട മറ്റുള്ളതിനെ കാണാനും വേണ്ടി നയനങ്ങൾ, ഒബ്ജക്റ്റ് തീയെ അഗ്നി എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. മാതാജി ഏതാ പറഞ്ഞ? ശ്രീമദ്ഭാഗവത 2-ാം സ്കന്ധം 10-ാം അധ്യായത്തില് 19-ാമത്തെ ശ്ലോകം ഒന്ന് നോക്കിയാൽ മതി. വെരി ഗുഡ് മാതാജി. എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വളരെ സന്തോഷമുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താലേ. ഓക്കെ. വെൻ ദ സുപ്രീം ഡിസൈഡ് ടു സ്പീക്ക്, സ്പീച്ചസ് വെയർ വൈബ്രേറ്റഡ് ഫ്രം ദ മൗത്ത്. Then the controlling deity fire was generated from the mouth. But when he was lying in the water, all these functions remained suspended. Okay, എന്താ മതി ഇവിടെ പറയുന്നത്? ഇപ്പം അഗ്നിയുടെ കാര്യം പറയാം അല്ലേ? വായുടെ. അതെ പ്രഭു. അതെ, അത് ഇവിടെ നമുക്ക് അത് തന്നെയാണല്ലോ പറഞ്ഞത്. വായുടെ അഗ്നി തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നോക്കാം. ഇത് അടുത്തടുത്ത് പോകുമ്പോൾ നമുക്ക് ഇതേ കാര്യം അവിടെ വരും. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഒരു മിനിറ്റ്. ജസ്റ്റ് ലെറ്റ് മീ ചെക്ക്. ഹിയറിംഗ് മാനിഫെസ്റ്റഡ്. ഓക്കെ. അതായത് ഒരു മിനിറ്റ്.
22, when there was a desire pursued physical character matter, strength of Indra, divine heaven, thereupon okay. Thereafter, when he decided to evacuate the refuse of eatables, the evacuating hall anus and the sensory organ thereof developed along with the controlling deity Mitra. The sensory organ and the evacuating substance are both under the shelter of the controlling deity. ശ്ലോകം നമ്പർ 27 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കാം. Even in the matter of evacuating stool, the refuse is controlled. So, how can the living entity claim to be independent? ഇവിടെ മിത്ര എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മിത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is talking about മിത്ര? പ്രഭു മ്യൂട്ട് ചെയ്തിട്ട് പ്രഭു ഹരേ കൃഷ്ണ പ്രഭുവിന്റെ കീർത്തനം കേൾക്കുന്നുണ്ട്. സോ പ്രഭു ഇവിടെ 22 അധ്യായത്തിൽ 2 സ്കന്ധത്തിൽ 10 അധ്യായത്തിൽ 27 ശ്ലോകത്തിൽ ഇതേ കാര്യം പറയുന്നില്ല. അവിടെ ദ കൺട്രോളിംഗ് ഡെമിഗോഡ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സൂര്യനാണോ നോക്കട്ടെ സെക്കൻഡ് ഒരു മിനിറ്റ്. Second canto, 10th chapter, 27th verse. Okay. Since Devada, Mrityu, Yama, Mitra. Vayu is a subtle sense organ. Do them to expel waste, evacuation. Mrityu Yama. പ്രഭു ഇവിടെ ഈ 2 സ്കന്ധത്തിൽ പറയുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മൃത്യു യമ ആൻഡ് മിത്ര ഇവരാണ് അതിന്റെ ഇതായിട്ട് പറയുന്നത്. അത് സൂര്യനാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാം ബ്രോ, ഒന്ന് കൺട്രോൾ ചെയ്യാം. നമുക്ക് ഇവിടെ എങ്ങും ക്ലിയർ ആയിട്ട് സ്പഷ്ടമായിട്ട് പറയുന്നില്ല എവിടെ സൂര്യദേവൻ തന്നെയാണോ അവിടെ മിത്ര എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷെ അതാകാനും സാധ്യതയുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ പ്രഭു, എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും റെഫറൻസ് കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യട്ടെ. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഗംഗാനാഥ് പ്രഭു കേട്ടോ? സോ എനിവേ രുക്മിണി മാതി, താങ്ക് യു മാതി. അവിടെ മാതി ഞാൻ റെഫറൻസ് പെട്ടെന്ന് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രജു, ഒരു സംശയം കൂടെ ഉണ്ട്. അത് 2 പ്രാവശ്യം വിരാട് രൂപം കാട്ടിയെന്നല്ലേ പ്രഭു ഇന്നലെ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മ. അതൊന്ന് ഈ ദേവതമാരെ വിരാട് രൂപയെ ഭഗവാൻ 2 പ്രാവശ്യം എന്നാണോ പ്രഭു ഇന്നലെ പറഞ്ഞതെന്ന് എനിക്കൊരു 2 പ്രാവശ്യം ഭഗവാൻ ഇവിടെ ഭൗതിക ഭൂമിയിൽ അവതരിച്ച സമയത്ത് 2 പ്രാവശ്യം കാണിച്ചു. ഒന്ന് നമ്മുടെ ഏതാണ് ആ സഭയിൽ വെച്ചിട്ട് ഒരു പ്രാവശ്യം കാണിച്ചു ഭഗവാൻ. ഇതിന് പോയപ്പോ ദൂതിന് പോയ സമയത്ത് ഭഗവാൻ ഒരു പ്രാവശ്യം കാണിച്ചു. പിന്നെ അർജുനനെ കാണിച്ചു. അത് ഭഗവാൻ ഇവിടെ അവതരിച്ചപ്പോൾ കാണിച്ചു എന്നാ പറഞ്ഞത്. പക്ഷെ അതിന് മുൻപ് വിരാട് രൂപം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. വിരാട് രൂപം എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. ഈ പ്രപഞ്ചം കാണുന്നത് പോലെ തന്നെ പ്രപഞ്ചം ഉള്ളിടത്തോ ഉള്ളപ്പോൾ ഭഗവാൻ വിരാട് രൂപം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മുമ്പ് പറഞ്ഞ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഇമാജിനറി നമുക്കതൊരു കമ്പാരിസന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ്. ഒരു മിനിറ്റ് സേവ്യമാതി, 1 മിനിറ്റ് രുക്മിണിമാതി ചോദിച്ചു കഴിയട്ടെ. യെസ് രുക്മിണിമാതിജി. ഹരേഷ പ്രഭുജി, അന്നേരം ദേവകി മാതാവിന്റെ അടുത്തും കൗസല്യ മാതാവിന്റെ അടുത്തും ചതുർഭുജ രൂപമാണ് കാണുന്നത് അല്ലേ? ചതുർഭുജ, യെസ്, ചതുർഭുജ രൂപത്തിലാണ്. കറക്റ്റ്. ഹരേ കൃഷ്ണ. സേവ്യമാതി പറഞ്ഞട്ടെ. യശോദ മാതാവിനെ കാണിച്ചു കൊടുത്തത് ഏത് രൂപം? ഏത് യശോദ മാതാവിന് കാണിച്ചു കൊടുത്തിട്ടില്ലേ? ആർക്ക്? പ്രഭുവിന്റെ കൃഷ്ണന്റെ മാതാവായിരിക്കുന്ന യശോദയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലേ? യശോദയ്ക്ക് അത് വായിൽ കാണിച്ചതല്ലേ? വായിൽ കാണിച്ചു കൊടുത്തതല്ലേ? അത് വിശ്വരൂപമായിട്ടല്ല കാണിച്ചത്. ഇതെല്ലാം ഭഗവാന്റെ വായിൽ കൊള്ളുന്നു എന്ന രീതിയിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. അത് വിശ്വരൂപമല്ല കാണിക്കുന്നത്. പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ വായിലുള്ളതാണ്. അതായത് എല്ലാം അഹം സർവസ്യ പ്രഭവോ
എല്ലാം എന്നിലുള്ളിലാണ് ഉള്ളത് എന്ന് ഭഗവാൻ യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുക്കരുത്. അവിടെ വിശ്വരൂപമല്ല കാണിച്ചു കൊടുത്തത്. വേണമെങ്കിൽ അങ്ങനെ പറയാം, ദിസ് നത്തിങ് റോങ്. അത് വിശ്വരൂപം, ഭഗവാന്റെ വിശ്വമായിട്ടുള്ള രൂപം എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, കുഴപ്പമില്ല. ഹരേകൃഷ്ണ പ്രഭുജി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഹരേകൃഷ്ണ പ്രഭുജി, ഗ്രോസ് സെൻസിന്റെ ഐസിന്റെ കൺട്രോളിംഗ് ഡേറ്റ് സൂര്യനും കാഴ്ചയുടെ കൺട്രോളിംഗ് ഡേറ്റ് അഗ്നിയുമാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ പറഞ്ഞിരിക്കുന്നത്? അത് നമ്മുടെ ഈ ഇതിന്റെ വേദ ബേസിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കണ്ടിരിക്കുന്നത്. കമ്പൈൻഡ് ഡേറ്റീസ് ആണ് അത് രണ്ടും കൂടെ, കാഴ്ചയും അതുപോലെ തന്നെ കണ്ണും. കാഴ്ചയുടെ ഇത് അഗ്നിയും, കണ്ണിന്റെ ഡേറ്റ്, അത് ഗ്രോസിന്റെ ഡേറ്റ് സൂര്യനുമാണ്. കണ്ണിന്റെ എങ്ങനെ അഗ്നിയാവുന്നത്? ഏത് അല്ല, ഭാഗത്ത്? കണ്ണിന്റെ അത് ഗ്രോസ് എലിമെന്റ് ആയ കണ്ണിന്റെ സൂര്യനും, കാഴ്ച എന്ന് പറയുന്ന രൂപമാണ് കാഴ്ച, ആ സട്ടിൽ എലിമെന്റിന്റെ അഗ്നിയുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ സെർച്ച് ചെയ്തെടുത്തതാ. ബ്രോയിന്റെ ലിങ്ക് എനിക്കൊന്ന് അയച്ചു തരും, ബ്രോ കാണേണ്ടതിന്റെ. ഓക്കെ, ഞാനിപ്പോ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. സോ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ ഡിസ്കഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി. വളരെ സന്തോഷമുണ്ട് എല്ലാവരും വന്ന് ജോയിൻ ചെയ്തതിൽ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. താങ്ക്